എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ജൂലൈ 2 വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ജൂലൈ 1-ാം തീയതി റേഷൻ കടകൾക്ക് അവധിയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിലേക്ക് വൈദ്യുതിയുള്ള മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും, ഇനി വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകാർക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇനി മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അന്ത്യോദയ അന്യോജയ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മുൻപൊക്കെ ലഭ്യമായിരുന്ന 1 കിലോ പഞ്ചസാര ജൂലൈ മാസത്തിലും ലഭിക്കുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മുൻഗണനാ വിഭാഗം PH പിങ്ക് വിഭാഗം റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി കാർഡായിട്ടുള്ള NBS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ പുതുതായിട്ട് നീല കാർഡിന് സ്പെഷ്യൽ വിഹിതമായിട്ട് 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഗോതമ്പ് കൂടാതെ അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നീല റേഷൻ കാർഡ് ഉള്ളവരും വെള്ള റേഷൻ കാർഡ് ഉള്ളവരും അറിയേണ്ടതാണ്. അതായത് നീല, വെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ നിന്ന് പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് ഇപ്പോൾ അതിനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂലൈ മാസം 17-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ ചെയ്തതാണ്. അടുത്തതായിട്ട് പൊതുവിഭാഗം NBS വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. എന്നാൽ നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് അനുവദിച്ചുവെങ്കിലും വെള്ള റേഷൻ കാർഡിന് അത്തരത്തിൽ ഗോതമ്പ് അനുവദിച്ചിട്ടില്ല എന്നത് വെള്ള റേഷൻ കാർഡുകാർക്ക് ഒരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. പൊതുവിഭാഗം സ്ഥാപനം NBI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജൂൺ, ജൂലൈ മാസത്തിലെ ട്രോളിംഗ് നിരോധനം കണക്കിലെടുത്ത് 52 ദിവസത്തിലേക്ക് സൗജന്യമായിട്ടുള്ള റേഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് ജോലിയില്ലാതായിട്ടുള്ള യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ പീലിംഗ് തൊഴിലാളികൾ, മത്സ്യ മേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡുകാർക്കും അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും പയറും ഉൾപ്പെടെ 13 പലവ്യഞ്ജന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. വിപണി വിലയേക്കാൾ 40% വരെ വിലക്കുറവിൽ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോയിൽ നിന്നും ഇവ ലഭിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.